113 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. പ്രിയമുള്ളവരെ, എന്താണ് ഈ ചങ്ങാതി പറഞ്ഞു വെക്കുന്നത്? 313 ബദരീങ്ങൾക്ക് പകരം CM വലിയുള്ള മാത്രം മതിയെന്നോ? ഇദ്ദേഹം ബദരീങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? CM വലിയുള്ള വലിയ മഹാനാണ്, ഔലിയാക്കളിൽ ശ്രേഷ്ഠനാണ് എന്ന് വെച്ച് ബദരീങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ 313ഓളം വരുന്ന ബദരീങ്ങളെക്കാൾ ആ ഒരു സ്ഥാനത്തേക്ക് ഒരാൾ മതിയെന്ന് പറയുമ്പോൾ എത്ര അപകടകരമായ വാദമാണത്! എന്ത് ദുർവ്യാഖ്യാനമാണിത്! ബദരീങ്ങളെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല. ആരാണ് ബദരീങ്ങൾ? ബദരീങ്ങളെ വർണ്ണിച്ചതാണ് അത്. ആരാണ് ബദരീങ്ങൾ? കൃത്യമായി ആ വരി തന്നെ വിശദീകരിച്ചാൽ ബദരീങ്ങളുടെ ഉത്തരം ലഭിക്കുകയാണ്. അവർ സാധാരണ മനുഷ്യരല്ല, ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകങ്ങൾ. പർവ്വതങ്ങളെപ്പോലെ ഉറച്ച മനസ്സുള്ളവർ, ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ, ഉയർന്ന ആത്മീയ സ്ഥാനമുള്ള നേതാക്കൾ, അവരാണ് ബദരീങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ലഭിച്ചൊരു വിഭാഗമാണ് ബദരീങ്ങൾ എന്ന്. മാത്രമല്ലല്ലോ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലെങ്കിൽ അവരുടെ സ്ഥാനം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, ജിബ്രീൽ, ആ സ്വഹാബത്ത്, ബദരീങ്ങളായ സ്വഹാബത്ത് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ഏറ്റവും ഉത്തമരാണ്, അവരാണ് ഉത്തമർ, അവർക്ക് താഴെയാണ് പിന്നീട് വന്ന ഔലിയാക്കൾക്കൊക്കെ സ്ഥാനമുള്ളൂ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവും പതിച്ചു നൽകിയ സ്ഥാനമാണ്. നോക്ക് നിങ്ങൾ, ആ ഉത്തരത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചൊരു മറുപടി കൂടി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും എന്ന്. എത്ര വലിയ സ്ഥാനത്തുള്ളവരാണ് അവർ! അവരെ ഇകഴ്ത്തി കാണിക്കുകയല്ലേ ഈ പാട്ടിലൂടെ ഈ ചങ്ങാതി ചെയ്യുന്നത്? ലോക പൊട്ടത്തരം എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയുക? ഇതിനകം യൂട്യൂബിൽ 10,000-കണക്കിന് ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാണ്. ഖേദകരമായ ഒരു സാഹചര്യം. ആളുകള് എന്ത് തെറ്റായ സംഗതി നൽകിയാലും അത് അപ്പടി ഏറ്റെടുക്കാൻ സോഷ്യൽ മീഡിയ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ആ ബദരീങ്ങളിൽപ്പെട്ട 10 സ്വഹാബത്തുണ്ട്. അവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം പ്രത്യേകം ഓഫർ ചെയ്തിട്ടുണ്ട്. അവർ സ്വർഗത്തിലാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. 10 സ്വഹാബത്ത് അവര് സ്വർഗം കൊണ്ട് പ്രത്യേകം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം അറിയിക്കപ്പെട്ട ആളുകളാണ്. അവരെക്കാളും മുകളിലോ? നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്ത് വളരെ കൃത്യമായി ഈ സ്വഹാബത്തെ കിറാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു വറളു അൻ. മുൻഗാമികളായ മുഹാജിരീങ്ങളും അൻസാറുകളുമായ സ്വഹാബത്തെ കിറാം, അവരല്ലേ ബദരീങ്ങൾ? അവരെയല്ലേ റോൾ മോഡലാക്കേണ്ടത്? ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അവര് ആ 313 സ്വഹാബത്തിന്റെ നേതാവാരാ? ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളല്ലേ ആ 313 പകരം CM വലിയുള്ള എന്ന് പറയുന്നത്? എത്ര അപകടകരമായ വാദമാണ്! എന്ത് അറിവില്ലായ്മയാണിത്! നോക്ക് നിങ്ങൾ, ആ പാട്ടിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനത്തെ 100 ശംസുൽ ഉലമയേക്കാൾ ശ്രേഷ്ഠതയുണ്ടത്രേ CM വലിയുടെ ഒരു മുരീദിന്. എത്ര കാപട്യമാണിത്! ശംസുൽ ഉലമ ആരാണ്? ശംസുൽ ഉലമ ആരാണ്? ആ ഇൽമിന്റെ ബഹർ, വിലായത്തിനെ മറച്ചു വെച്ച,
കേരളക്കരക്കകത്തും പുറത്തുമുള്ള ഒട്ടനവധി ഔലിയാക്കളെ സിയാറത്ത് ചെയ്തത് ഇന്ന മഹാനാണ് ഈ ഖബറിലുള്ളത് എന്ന് കൃത്യമായി പഠിപ്പിച്ച ഖുതുബായ മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു തആല അൻഹു. ആ ശംസുൽ ഉലമയെ താഴ്ത്തിക്കെട്ടാൻ ആരാണിവൻ? നോക്ക് നിങ്ങൾ, ആ പാട്ടിന്റെ മറ്റൊരു വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, സിദ്റത്തുൽ മുൻതഹയും കടന്നുപോയി എന്ന് സിയം വലിയുള്ള. എത്ര പൊട്ടത്തരമായ വാദം! എന്താണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഇസ്രാ മിറാജ് നടത്തുമ്പോ ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇനി ഒരടി മുന്നോട്ട് ഞാൻ വെക്കില്ല, ഞാനൊരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ കത്തിച്ചാമ്പലാകുമെന്ന്. അങ്ങനത്തെ ഒരു സ്ഥലം സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് കടന്നത് ഒരേ ഒരാളുള്ളൂ, അത് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ലോകത്തൊരു മനുഷ്യർക്ക്, മലക്കുകൾക്ക്, എന്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും അങ്ങോട്ട് പ്രവേശനം ലഭിച്ചിട്ടില്ല. ആ സ്ഥലത്തേക്കാണ് ചെന്നു എന്ന് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ ഔലിയാക്കളെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുക എന്നല്ലാതെ എന്താണ് ഇയാൾ ചെയ്തു കൂട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി കൃത്യമായ അറിവുള്ളവരായി പൊട്ടത്തരങ്ങളെ മാറ്റിവെച്ച് യഥാർത്ഥ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.